ഒരു കാരണമായി പറയുന്നത് ആ വിഷയം കൂടിയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വാഹനം നിയമസഭയ്ക്ക് ഉള്ളിൽ എത്തി. മന്ത്രി അതിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അദ്ദേഹം പുറത്തേക്ക് സ്വീകരിച്ച് അനയിക്കുകയാണ് അദ്ദേഹത്തിനെ. കുടുംബസമേതമാണ് അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി എത്തിയിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റാണ്. ധനമന്ത്രി എന്ന നിലയിൽ 6ാമത്തെ ബജറ്റ് കൂടിയാണ് അദ്ദേഹം ഇന്ന് 9 മണിക്ക് സഭയിൽ അവതരിപ്പിക്കുന്നത്. സമയം 8:47 9 മണിയോടെ ബജറ്റ് അവതരണം ആരംഭിക്കും. ഉദ്യോഗസ്ഥരുടെയും വാച്ച് ആൻഡ് വാർഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉള്ളിലേക്ക് കടക്കുകയാണ് ധനമന്ത്രി. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ദിവസം കൂടിയാണ്, ഉറ്റുനോക്കുന്ന നിമിഷമാണ് ഈ ബജറ്റ് അവതരണം എന്ന് പറയുന്നത്. വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമുള്ള ജോലി തന്നെയാണ് ഇതെന്ന് വേണം പറയാൻ. ചെറിയ കാര്യമല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില ഏത് തരത്തിൽ ആണ് എന്നും അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നും പൊതുജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള അവസരങ്ങളാണ് നൽകേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇതാ ബജറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ആ തുകൽ ബാഗുമായി ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ വലിയ കൂട്ടം തന്നെ ഉണ്ട് ചുറ്റും. പ്രശാന്ത് കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, അങ്ങനെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. വാച്ച് ആൻഡ് വാർഡിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും വലിയ അകമ്പടിയോടെ ഉള്ളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ. വിശദാംശങ്ങൾ പങ്കുവയ്ക്കും പ്രശാന്ത്. മോദി സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയിലെത്തിയിരിക്കുന്നു. ഇവിടെ നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിലേക്ക് ബജറ്റ് അവതരണത്തിനായി പോയിരിക്കുകയാണ്. ഇനി അദ്ദേഹം നിയമസഭയുടെ കവാടത്തിൽ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. അവരുമായി കണ്ട് കുശല സംഭാഷണമെല്ലാം നടത്തും. കാരണം ഓരോ എം.എൽ.എമാരും അവരുടെ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകളാണെങ്കിൽ പൊതുവായുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ധനമന്ത്രിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ബജറ്റായി വരുന്നത്. അപ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്നത് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. നമുക്ക് നിയമസഭയ്ക്കുള്ളിൽ എന്താണ് ഇപ്പോൾ ധനമന്ത്രി അകത്ത് നിയമസഭാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ബജറ്റ് അവതരണം ഏത് രീതിയിലാണ് നടത്താൻ പോകുന്നതെന്ന് 9 മണി മുതൽ നമുക്കറിയാൻ സാധിക്കും. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് തന്നെയായിരിക്കും ധനമന്ത്രി ഇത്തവണ അവതരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവസാന ബജറ്റ് ആയതുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും ദൈർഘ്യമേറിയ ബജറ്റായിരിക്കും. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ മുക്കും മൂലയും പരിശോധിച്ച് എം.എൽ.എമാർ നൽകുന്ന വിവരങ്ങൾ, അവരുടെ ആവശ്യപ്പെടലുകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തുല്യമായി തന്നെ പരിഗണിക്കപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോഴും ഏത് തരത്തിൽ ബഡ്ജറ്റ് വീതിക്കുക എന്നത് നമുക്ക് ശ്രദ്ധയോടെ ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് പലർക്കും പല പദ്ധതികളും അനുവദിക്കുക, ബഡ്ജറ്റ് വിഹിതം അനുവദിക്കുക എന്നത് ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്ന തരത്തിലായിരിക്കും ഇന്നത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ, യുവാക്കൾ, കർഷകർ തുടങ്ങി പല മേഖലകളെ വളരെ ജനകീയമായി സ്പർശിക്കുന്ന ഒരു ബജറ്റ് ആയിരിക്കും എന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലും അങ്ങനെ ആയിരിക്കും ബജറ്റ് എന്നാണ് കരുതുന്നതും. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണ്. വില കുറയുന്നവ, കൂടുന്നവ തുടങ്ങി ഏറ്റവും സാധാരണക്കാരന് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെയും കാത്തിരിക്കുകയാണ് ജനം. എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും, ഇതനുസരിച്ച് കുടുംബ ബജറ്റിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, എത്ര കരുതലോടെ മുന്നോട്ട് നീങ്ങണം തുടങ്ങിയ കാര്യങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ് പൊതുജനം. ഇന്ന് രാവിലെ തന്നെ 7:30 ബജറ്റ് പ്രിന്റ് ചെയ്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. പോലീസ് അകമ്പടിയോടെ പതിവ് പോലെ, അത് പതിവായുള്ള ചടങ്ങാണ്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഇത് കൊണ്ടെത്തിക്കുക. പ്രിന്റ് ചെയ്ത ബജറ്റ് തുകൽ ബാഗിലാക്കി മന്ത്രി കെ.എൻ. ബാലഗോപാലിന് ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് 8:47 അദ്ദേഹം എത്തി നിയമസഭയിലേക്ക്. ഇനി 9 മണിക്ക് സമയം 8:51 നിയമസഭയുടെ കവാടം കടന്ന വാച്ച് ആൻഡ് വാർഡിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും അകമ്പടിയോടെ അദ്ദേഹം കുടുംബസമേതം സഭയ്ക്ക് അകത്തേക്ക് നിയമസഭാ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. സഭയിൽ ബജറ്റ് അവതരണം 9 മണിക്കാണ് ആരംഭിക്കുക. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ദൈർഘ്യമേറിയ ഒരു ബജറ്റ് തന്നെ ആവാനാണ് സാധ്യത. ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. രാഷ്ട്രീയ കാരണങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ
കടന്നാക്രമിക്കാൻ പ്രതിപക്ഷമടക്കമുള്ളവർ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയമാണ്. ഏറെ പ്രതീക്ഷയും ഒപ്പം തന്നെ ഈ പ്രതീക്ഷ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വവും ഉണ്ട് ഈ ബജറ്റിന്. തുടർഭരണം ഉണ്ടാവുക എന്ന ഒറ്റ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൂടിയുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, പറയപ്പെടുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തുടരുന്നു. പ്രശാന്ത്, പറയൂ. പ്രധാനമായും എല്ലാവരും കാത്തിരിക്കുന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത വാഗ്ദാനം എന്നത് 2500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നതാണ്. അത് LDFിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അപ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ സാധിച്ചു എന്ന ഒരു അവകാശവാദവുമായിട്ടായിരിക്കും ഈ ബജറ്റിനെല്ലാം ശേഷം LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക. അങ്ങനെ വരുമ്പോൾ ഈ LDF പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച നടപ്പാക്കാനാകാത്ത വാഗ്ദാനമായി നിൽക്കുന്നത് ഒന്ന് ഈ ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട സെമി ഹൈസ്പീഡ് റെയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കേന്ദ്ര മുടക്കിട്ട് കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അത് അല്ലെങ്കിൽ അത്തരം കാരണങ്ങൾ ജനരോഷം ഒരു വലിയ വിഷയമായി. അതൊക്കെ കൊണ്ട് തന്നെ അത് ഈ അവസാന മാസത്തിലേക്ക് എത്തുമ്പോൾ ആ വാഗ്ദാനവും പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് മനസ്സുണ്ട് എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ സിൽവർ ലൈനിന് പകരം അല്ലെങ്കിൽ ഒരു അതിവേഗ പാത എന്ന നിർദ്ദേശം RRTS റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഒരു സംവിധാനം വരുന്നത്. അത് അത്തരം ആലോചനയിലേക്ക് അല്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്ക് പഠനത്തിലേക്ക് പോകുന്നത് ഇലക്ഷനിലേക്ക് പോകുന്ന മാസത്തിലേക്കാണ്. അതും ബജറ്റിൻ്റെ തലേനാളാണ്. അപ്പോൾ ഈ സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക. അങ്ങനെ വരുമ്പോൾ ഈ ബജറ്റിൽ അത് നിറവേറ്റുന്നതിന്, അതായത് പ്രകടന പത്രികയിലെ വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് എത്തിക്കും എന്നതിലേക്ക് അടുക്കാൻ ഇനി 500 രൂപ കൂടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 500 രൂപ എന്ന് പറയുമ്പോൾ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത സർക്കാർ ഉണ്ടാക്കുന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മിനി ബജറ്റ് എന്ന് വിലയിരുത്തപ്പെട്ട 400 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ സർക്കാർ ഈ ഭരണത്തിലേറുന്നതിന് വേണ്ടി 2021 പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി, അല്ലെങ്കിൽ അതിൽ വലിയ പദ്ധതിയായി ആ പ്രകടന പത്രികയിൽ പറഞ്ഞ സിൽവർ ലൈനിൻ്റെ പോലുള്ള അതുപോലും തടസ്സത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ തടസ്സമുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു രൂപത്തിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ബോധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ 2500 എത്തിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ എത്തിച്ചില്ലെങ്കിൽ സർക്കാർ ഇവിടെ ബജറ്റിലൂടെ അതിനുള്ള പരിമിതികൾ പറഞ്ഞായിരിക്കാം ഒരു ന്യായം വിശദീകരിക്കുക. എന്തായാലും 2500 എത്തും എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. അതിനൊപ്പം തന്നെ സർക്കാരിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഭരണയന്ത്രം തിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ വലിയ നടപടികൾ ഈ ബജറ്റിന് സ്വീകരിക്കേണ്ടി വരും. അത് പ്രത്യേകിച്ചും ഈ അഷ്വേർഡ് പെൻഷൻ, ഉറപ്പുള്ള പെൻഷൻ എന്നതാണ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മുൻപ് യു ഡി എഫിൻ്റെ കാലത്ത് നടപ്പാക്കിയപ്പോൾ അത് LDF സർക്കാർ അധികാരത്തിന് വരുന്നതിന് 2016 തന്നെ പറഞ്ഞ വാഗ്ദാനമാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന്, അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കുമെന്ന്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ വന്ന ബജറ്റുകളിലെല്ലാം തന്നെ പങ്കാളിത്ത പെൻഷന് പകരമായി ഒരു അഷ്വേർഡ് പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിനായി കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഒരു അഷ്വേർഡ് പെൻഷൻ എന്ന ഒരു ആലോചനയിലേക്ക് പോയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരികെ പോയില്ലെങ്കിൽ പോലും ഒരു അഷ്വേർഡ് പെൻഷൻ, ഉറപ്പുള്ള പെൻഷൻ ഉണ്ടാകും എന്ന ഒരു വാഗ്ദാനം വന്നു. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല. പക്ഷേ ഈ അവസാന ബജറ്റ്, ഈ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ധനമന്ത്രി എന്ന നിലയിലുള്ള അവസാന ബജറ്റാണ്. അതിൽ ഈ ഒരു അഷ്വേർഡ് പെൻഷൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഉറപ്പ് അല്ലെങ്കിൽ ഒരു പദ്ധതി പ്രഖ്യാപനം, അത് എന്ന് മുതൽ, അത് ഏത് കാലയളവ് മുതൽ നടപ്പാക്കാൻ പോകുന്നു എന്നടക്കമുള്ള പ്രഖ്യാപനം വേണ്ടിവരും. ജീവനക്കാർ അത് ഉറപ്പായും പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ ആ കുടുംബങ്ങളുടെ വികാരം സർക്കാരിന് അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അഷ്വേർഡ് പെൻഷൻ്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. ഇപ്പം തന്നെ ഭരണപക്ഷ സർവീസ് സംഘടനാ ജീവനക്കാരടക്കം വലിയ രോഷത്തിലാണ് സർക്കാരിനെതിരെ. അത് പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും പല ഘടകകക്ഷി സംഘടനകളും പരസ്യമായി തന്നെ അത് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ DA കുടിശ്ശികയുടെ കാര്യം, DA കുടിശ്ശികയുണ്ട്. DA കുടിശ്ശിക 6% ഉടൻ നൽകാനുള്ള അല്ലെങ്കിൽ ചില പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകാം. ഒപ്പം ബാക്കി അടിസ്ഥാന ബാലഗോപാൽ സഭയ്ക്ക് ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രിമാരടക്കം സഭാ അംഗങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിനെ. ഇന്ന് ബജറ്റ് അവതരണത്തിലേക്ക് കടക്കും മുൻപ് അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാവരെയും.